ഗായ്സ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തോ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിക്കാനല്ല, വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പോവാ. എന്ത് കാണിക്കണ്ട. എന്ത് വെറൈറ്റി എന്ന് പറയുമ്പോൾ കേക്കായിരിക്കും, ക്രീമുള്ള കേക്ക്. അതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി തിന്നും. ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് പറഞ്ഞു തരാം. രാവിലെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ആഹാര കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ അത് വേണം. ഇപ്പോൾ തിന്നുക എന്നുള്ളൊരൊറ്റ വിചാരം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ തിന്നാത്ത സാധനങ്ങൾ തിന്നു തീർക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് മെയിൻ പ്രശ്നം. രാവിലെ ചുമ്മാ പറഞ്ഞു വന്ന് അവിടെ ഒരു പുതിയ കട വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനെ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ പറഞ്ഞേടാ നമുക്ക് പോവാൻ കേട്ടാന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് തുടങ്ങിയതാ, പിന്നെ നിർത്തിയിട്ടില്ല. എടാ പോയില്ലെങ്കിൽ എൻ്റെ ഒരാഴ്ച പോവും. പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതെ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞ് സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ മാക്സിമം ആഹാരം നല്ല നല്ല സാധനങ്ങൾ മോട്ടിവേഷൻ കഴിക്കുക. കാര്യം നമ്മൾ ഈ പോകുന്ന വഴി വണ്ടി ചെയ്ത് ചത്തുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം നമുക്ക് സമാധാനിക്കാം. എന്ത് ഒന്നുമില്ലെങ്കിലും ഞാൻ കഴിച്ചിട്ടാണല്ലോ ഭഗവാനെ ഞാൻ ചത്തതെന്ന്. പക്ഷേ യാദൃശ്ചികമായി മാസാവസാനമാണ്. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ 10 രൂപ പൈസ ഇല്ലതാനും. ഇനി ഇതൊക്കെ ഞങ്ങൾക്ക് തിങ്ങുകയും വേണം. അതാണ് മെയിൻ. ഞങ്ങളുടെ ക്യാപ്സ്യൂൾ വീഡിയോ എടുക്കാൻ നേരം ഇതന്നെ പറഞ്ഞോണ്ടിരിപ്പുണ്ടായിരുന്നു. പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ പിന്നെ കട്ട് ജീവിതം തന്നെ പോയി. ചത്ത അവസ്ഥയായിരിക്കും. പിന്നെ എൻ്റെ തല നീയാൻ തുടങ്ങും. പിന്നെ വേറെ എന്താണെങ്കിലും ഓക്കെ, ഞാൻ ക്യാൻസൽ ചെയ്താൽ ചെയ്യുന്നില്ല. പക്ഷെ വെറുതെ ഇരുന്ന് എന്നോട് നമുക്ക് നല്ല ക്രീമുള്ള കേക്ക് സ്പൂണിൽ കുത്തി കഴിക്കാം, നല്ല ഫ്രഷ് ജ്യൂസ് കുടിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ്, വികാരങ്ങളുള്ള മനുഷ്യനാണ്. ഞാൻ വീണ് പോയി. കുറ്റം പറയാൻ പറ്റൂല. ഒരു ലൈഫ് ആകുമ്പോൾ അതൊക്കെ തിങ്ങണമല്ലോ. എന്നും വെച്ച് തിങ്ങണമെന്ന് വെച്ച് എപ്പോഴും ഇത് ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പറയും, വേണം നമുക്ക് അത് കഴിക്കാൻ പോവാം, ഇത് കഴിക്കാൻ പോവാന്ന് പറഞ്ഞാൽ പിന്നെ കഴിക്കാതെ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ എപ്പോഴും ഈ സംഭവം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പരിപാടി. അല്ലേടാ ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കരുത് എന്ന് പഴമക്കാർ പറയാറുണ്ട്. വളരെ തെറ്റായ ഒരു പ്രസ്താവനയാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാര്യം നമ്മൾ എന്തായാലും വലിയ ഗ്യാരണ്ടി ഇല്ല ഇപ്പോഴത്തെ ജനറേഷൻ, എപ്പോൾ വേണമെങ്കിലും ചത്തുപോവാം. അപ്പോൾ നമ്മൾ തിന്നുക, പൈസ ഉണ്ടാക്കി സമ്പാദിച്ച് മക്കൾക്ക് കൊണ്ട് കൊടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ഈ വന്ന കാലത്ത് കല്യാണം കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. എക്സ്പ്ലോർ ചെയ്യുക, ലൈഫ് യാത്ര ചെയ്യുക, നല്ല നല്ല ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ മാസാവസാനമായി 10 പൈസ ഇല്ല എന്നുള്ളത് നാട്ടുകാർ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. കടം മേടിച്ചാലും തിന്നുക, നാളെ സാലറി വരുമ്പോൾ നമുക്കത് വീട്ടാം. നേരെ ബ്രോഡായിട്ടുള്ള മൈൻഡുള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കുക. വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇവിടുത്തെ മെയിൻ പാനിപ്പൂരി കടയാണ്. ചേട്ടനെ ഞങ്ങൾ എല്ലാ ദിവസവും പറ്റിക്കാറുണ്ട്. അതുവഴി ഇങ്ങനെ പാനിപ്പൂരി കടയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങളിങ്ങനെ മണം പിടിക്കും. വരും അവനെ കൊതിപ്പിച്ചിട്ട് കടന്നു കളയുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അത് സാലറി വരും, അതിൻ്റെ കുത്തിക്കഴപ്പാണ് ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത്. വേറെ ആരൊന്നും വിചാരിക്കരുത്. നാളെ ഒരു ദിവസം മാത്രമേ ഞങ്ങൾക്ക് ആഘോഷമുള്ളൂ. പിറ്റേ ദിവസം കൊണ്ട് ഞങ്ങൾ വെറും പട്ടിണിയായിരുന്നു. എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. എല്ലാവരും ഇങ്ങനെയാടാ. നമ്മൾ ഈ കാണുന്ന പോലെ നമ്മളിപ്പം ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ട് വൻ സെറ്റ്, വലിയ കുഴപ്പമില്ല. ഇതിന് കുറച്ച് മാസം പഴക്കം ഉള്ളെങ്കിലും കാണുന്ന ലുക്കുണ്ടല്ലോ. എല്ലാവരും കാണാം പട്ടി ഷോയാ, പക്ഷെ പോക്കറ്റെല്ലാം കീറിയതേ. ഇത്രേനെ എനിക്കും പറയാവുള്ളൂ. ഇവിടെ അടുത്താണ് കട. പുതിയ കട വന്നുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ നിൽക്കുകയാണ്. അവിടെ കുറേ കേക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരുന്നു. ഭക്തിയല്ല, വെറുതെ വായ നോക്കാൻ വേണ്ടി പോകാറുള്ളതുകൊണ്ട്. അതെ, ഫുഡും കിട്ടും അവിടെ. അതെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ തിരുപ്പണ്ടാരതാണ്. ഞാൻ മാത്രമല്ല തിരുപ്പണ്ടാര, എൻ്റെ കൂടെ വരുന്ന ഇവിടെ തിരുപ്പണ്ടാര തന്നെയാണ്. അതെ, ജീവിക്കുന്നെങ്കിൽ നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുക, തടിയൊന്നും നോക്കേണ്ട കാര്യമില്ല. എൻ്റെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അതെ, അത് ചരിത്രം പിടിക്കാത്തോണ്ടാ. അതെ, ചരിത്രം പോലും മനസ്സ് നന്നാവണം. അങ്ങനെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ മനസ്സ് നന്നാവണം എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സമയത്ത് നല്ല മനസ്സായിരുന്നു.
ഇപ്പൊ പക്ഷെ എന്നാ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇല്ലടാ ഒരുമാതിരി ഉണ്ടല്ലോ. കട എത്തി guys. ഇതാണോ കട? ഇതാ കട. ഇവിടെ കണ്ടിട്ട് വില കൂടുതലാന്ന് തോന്നുന്നു. ശരിയാ, ഞാൻ മലയാളത്തിൽ അതാ ഞാൻ പറഞ്ഞു. സാരമില്ല, എന്തായാലും തിന്നിട്ട് ഞങ്ങൾ എന്തായാലും സാധനം മേടിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കാണിക്കാം. നിങ്ങള് വളരെ മനോഹരമായ ജ്യൂസ് കുടിച്ച് എന്തുവാ പൾപ്പ്. പക്ഷെ അത് അവൻ പറഞ്ഞ ഫ്രഷ് ആണ് കേട്ടോ, ഫ്രഷ് ആണ് സാധനം. അത് കഴിക്കുമ്പോ മനസ്സിലാവണ്ടേ കൊള്ളത്തില്ല. എന്തുവാ ഇത്? മനുഷ്യന്റെ പൈസ കളയാനായിട്ട് കുടിക്കണ്ടായിരുന്നു. നാഗ് വരെ കുഴയുന്നുണ്ട്. അവൻ ഫ്രഷ് ജ്യൂസ് ആണെന്ന് പറഞ്ഞു, പക്ഷെ അത് സത്യമാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല സത്യമാണ്. ഇവിടെ പൾപ്പിന്റെ അകത്തൂടെ വെള്ളം ചേർത്തിട്ട് ഫ്രഷ് ജ്യൂസ് ആണ്, തേങ്ങയാണ്. അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതിന്റെ കോണയിൽ കാണാനുണ്ട്, ടേസ്റ്റ് ഇല്ല. എന്നാ പിന്നെ 2 മാങ്ങ മേടിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ കടിക്കാൻ കുടിച്ചൂടെ? അതാ അവൻ പറഞ്ഞത്. നട്ടെങ്കിലിട്ടൂടായിരുന്നോ? ഞാനും അതൊക്കെ പ്രതീക്ഷിച്ച്. അവിടെ നട്ട് വെച്ചേക്കുന്നത്, ഫ്ലേക്സ് വെച്ചേക്കുന്നത്, എന്തെങ്കിലും 2 ബോർഡിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഷേക്ക്, തേങ്ങ കൊല. അവനോട് അവനൊന്നും ചോദിച്ചിട്ടില്ല എന്തൊക്കെയുണ്ട്. മാംഗോ ജ്യൂസ്, വേറെന്തുണ്ട്? ക്യാരറ്റ് ജ്യൂസ്, വേറെന്തുണ്ട്? മാംഗോ ജ്യൂസ്. അവന്റെ ഇതാകെ 2 ഉള്ളൂ. നോക്കുമ്പോ സ്നാക്സ് നോക്കിയപ്പോൾ പപ്സ്, ഞങ്ങളെ ജ്യൂസ് കുടിച്ചങ്ങ് മടങ്ങി. ഞാൻ എന്ത് തകർന്നു പോയി. തകർന്നോന്നോ? എക്സ്പെക്ടേഷൻ എല്ലാം കിട്ടിയ സാധനം കിട്ടിയില്ലെങ്കിലല്ല, ആലോചിച്ചല്ലേ ചിന്തിച്ചിട്ട് പോയിട്ട് സാധനം കിട്ടിയില്ലെങ്കിൽ അമിത പ്രതീക്ഷ നമ്മൾ വെക്കരുത്. ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ട് വലിയ വെൽവെറ്റ് കേക്ക് ഒക്കെ കൊണ്ടുവെക്കുന്നു. ചീസി കേക്ക് ഒഴിക്കുന്നു. ഓ മൈ ഗോഡ്, ഞാനും വിചാരിച്ച് കേക്കൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഷേക്കൊക്കെ കുടിക്കാന്ന് കേട്ടാ പോയി. ഒരു മണ്ണാൻ കിട്ടിയിട്ടായിരുന്നു അവിടെ. അവൻ ജ്യൂസ്, ക്യാരറ്റും മാംഗോയും ജ്യൂസ് ആക്കിയിട്ട് അവിടെ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട്. അതാണ് അവരുടെ കടയിലുള്ളത്. ബോർഡ് മാത്രമേ ഉള്ളൂ, അതിൽ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല അവിടെ. ഇന്ന് നമ്മൾ പോകുമ്പോ പറയൂടാ ഞാൻ അവിടെ കയറി. ഞാനല്ലേ കടയുടെ വാതൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേകമാണ്. എല്ലാം വെറുതെയാണ്, എല്ലാം ഫേക്കാണ്. ഇത് വേൾഡ് ഈസ് ഫുൾ ഓഫ് ഫേക്ക് പീപ്പിൾ. ഐ കാൻറ്റ് ടോളറേറ്റ് ദിസ്. വേറൊരു ജീവിതം ഇങ്ങനെ നമ്മൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. പ്രതീക്ഷിക്കരുത്, ലൈഫിൽ പ്രതീക്ഷ വെക്കരുത്. ഞാൻ സ്വപ്നം കണ്ടുപോയടാ അങ്ങോട്ട് പോയ വഴിക്ക്. ഞാനും അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളത് നമുക്ക് അവിടെ കയറാം, അവിടെ ചെന്നിട്ട് അത് കഴിക്കും ഇത് കഴിക്കാം. ഒരു തേങ്ങയില്ല അവിടെ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണത്തില്ലേ, ചീസി കേക്ക്, ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഒഴിച്ച്. ഞാൻ ഒരു നിമിഷം അങ്ങ് പോയടാ, എന്റെ പൊന്നെ, ഒരു തകർന്നു പോയി. അവിടെ ചീഞ്ഞ മുട്ടപ്പപ്സ് ഇരിക്കുന്ന കണ്ടപ്പോ. ഇനി നമുക്ക് വേറെ കടയിൽ കയറാം. ഞാൻ അവിടത്തെ കൂടെ പരീക്ഷയുള്ളൂ. ഈ കട ഇത് പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് ഉള്ളൂ. ആലോചിക്കണം, നാളെ സാലറി എടുത്തുള്ളൂ. ഇവിടെ മൊത്തത്തിൽ മുഞ്ചലാണ്. അവിടെ ഒന്ന് കയറി നോക്കാം. അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കാമല്ലോ, നമ്മള് എടാ ഇത് ഇരുന്ന് കഴിക്കടാ. ഫർണിച്ചർ കടയല്ലേ ഇതല്ലേ ഞാൻ പറഞ്ഞു. അല്ല, ഇരിക്കാൻ സ്ഥലം നമുക്ക് ഇവിടെ നോക്കാം. എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെയും കൂടി ഒന്നുമില്ല, ഇതിനകത്ത് തട്ടിപ്പോല്ല, തട്ടിയല്ല കട്ടായി പോകും കേട്ടോ. എനിക്ക് കഴിച്ചാൽ പറ്റത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ എന്തോ ഉണ്ടെന്ന് തോന്നണം അവിടെ. എന്തോ ഉണ്ട്. അവിടെ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം വെയിറ്റ് ചെയ്യരുത്. ഇപ്പം നമുക്ക് നോക്കാം. വേറെ കട പോയില്ല. ഞാൻ വീണ്ടും കൈ വെച്ചാല് മൂഞ്ചലാണ് എന്നാണ് നമുക്ക് ഇതിന്റെ അതൊന്നും മനസ്സിലാവും. പുതിയ വേറൊരു കട വലുത് വന്നിട്ടുണ്ടായിരുന്നു. പുറമേ കണ്ടപ്പോ നമ്മൾ വിചാരിച്ച് വലിയ എന്തോ കടയാന്ന്. അകത്ത് കയറിയപ്പോ അവിടെ ഒന്നും ഇല്ല ഗൈസ്. അവിടെ നോക്കിപ്പൊടിക്ക് പോലും സാധനങ്ങളില്ല. അവിടെ നാളെ തുടങ്ങുന്നാണ് പറഞ്ഞ്. നാളെ വണ്ടി കൂടെ പോയ ചേട്ടൻ എന്തിന്റെ കടിയായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നമ്മളെല്ലാരും ശ്രദ്ധിക്കും, എന്താന്നറിയില്ല. ഇല്ലടാ, നല്ല സൗന്ദര്യം കൂടി പോയതിന്റെ പ്രശ്നമായിരിക്കും. സൗന്ദര്യം അല്ല, അവന് കഴപ്പ് കൂടിയാണ്. ഇവിടെ എല്ലാവർക്കും കഴപ്പാണ് ഗൈസ്. വേറെ കടയിൽ കയറാം. വീണ്ടും ഒരു കടയിൽ കയറി. യാദൃശ്ചികമായി അവിടെ ഒരു മണ്ണും ഇല്ല. അവിടെ എന്തോ ഉള്ളേടാ. എടാ, ഒരു മനുഷ്യന് സാൻഡ്വിച്ച് ഉണ്ട്. ഒരു വട്ടം മൂഞ്ച, 2 വട്ടം മൂഞ്ച. ഇത് ഒരു ദിവസം 3 മൂഞ്ചലും. വാട്ട് ഇസ് ദിസ്? നമുക്ക് പിന്നെ അതൊരു പുതുമയല്ലല്ലോടാ. എന്തുവാടാ, പോകുന്നവരെല്ലാം ഇങ്ങനെ അങ്ങ് ഉമുക്കിരി കേൾക്കുവാ. അങ്ങനെയൊക്കെയാണ്, എന്ത് പറയാനേ. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോ ആ കട മൊത്തം കത്തിപ്പോയിരിക്കും. എനിക്കറിയാൻ പാടില്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ കടയിൽ നിന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. നമുക്കൊരു കട എല്ലാം നോക്കാം. അവിടെ ബേക്കറി ഒന്നും ഇല്ല. അവിടെ ബേക്കറി ഒന്നും ഇല്ല. ഞങ്ങൾ വേറെ കട തപ്പാൻ പോകണം. ബൈ ബൈ.
ഗേയ്സ് ഞങ്ങള് ആദ്യമേ ഐസ്ക്രീം ഞാൻ പറഞ്ഞ അവിടെ നിന്ന് മേടിക്കാൻ ഞങ്ങൾ കട തെണ്ടി ലാസ്റ്റ് ഒന്നും കിട്ടിയില്ല. എനിക്ക് ഇങ്ങനെ പേസ്ട്രി കേക്ക് പോലത്തെ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. എറണാകുളം ജില്ലയാണെന്നേ ഉള്ളൂ, ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. പിന്നെ എടപ്പള്ളി വരെ പോകണം. അതുകൊണ്ട് എടപ്പള്ളി വരെ പോവാൻ വയ്യ, പിന്നെ പൈസ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് കാര്യം ഒതുക്കാൻ കഴിച്ച്. ഞാൻ ചോക്ലേറ്റിൻ്റെ ഒരു കോൺ മേടിച്ച്, ചേച്ചി ബട്ടർ സ്കോച്ചിൻ്റെ സാധനം മേടിച്ച്. വേറെ വഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ കഴിയുന്നുണ്ട്. ബൈ ബൈ ഗൈസ്. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് അതെ അതെ എന്നാലും എനിക്ക് ഓക്കെയാണ് കേട്ടോ. എനിക്കൊരു ഒരു ഐസ്ക്രീം ഞാൻ പ്രതീക്ഷ കിട്ടിയില്ലെങ്കിലും എൻ്റെ ഏകദേശം ഒരു കുമ്പത്തെത്തി. ഇങ്ങനെ നീട്ടണ്ട അവിടെ പറയാങ്ങട്ട്. അതെ 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 ഞങ്ങള് അരിയൊക്കെ മേടിച്ച് പോവാണ്. നാളെ ഉച്ചക്ക് ചോറ് കഴിക്കണമെങ്കിൽ ചോറ് കഴിക്കാൻ അരിയില്ല. എടാ കറി ഒന്നും കൂടെ ഉള്ളു. നാളെ ഉച്ചക്ക് നീ ഉണ്ട് കുറെ മുട്ട നമുക്ക് ആകെ 2 മുട്ടയുള്ളൂ. അറിയട്ടെ. സവാളയുണ്ട്, തക്കാളിക്കുണ്ട്. നമുക്ക് ഇന്നൊരു മസാലക്കറി വെക്കാം. മസാലക്കറി വേണ്ട, പെരട്ട് അങ്ങനെ ആക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സവാള തക്കാളിട്ട് വേറെ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടി. നമ്മൾ വല്ലാണ്ട് തീറ്റ കൂടുന്നുണ്ട്. നാട്ടുകാരെ അറിയിക്കണം. അറിഞ്ഞു ഇനി ആരും അറിയില്ലെന്ന്. നമുക്ക് അങ്ങനെ വെക്കണം. എത്രത്തോളം സക്സസ്ഫുൾ ആകും മാറ്റി കഴിക്കുന്നേ അല്ലാണ്ട് കുറച്ച് കാണല്ലേ കുക്കിംഗ് ആർട്ട്. നമുക്ക് അത് കഴിക്കാം. അതാകുമ്പോ ഇന്ന് നാളെ ഉച്ചയ്ക്ക് കഴിക്കാൻ, അത് നാളെ വൈകിട്ട് നാളെ ഉച്ചയ്ക്ക് മുട്ട വെക്കാം, നാളെ രാത്രി ഉണ്ടാക്കാം. നമുക്ക് പട്ടിയെ കാണാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. പട്ടിയെ കണ്ടൊരു പേടി. നല്ല ഡാർക്കാണല്ലോ പട്ടിയല്ലേ. ഇപ്പം നിലത്ത് കിടന്നേനെ കടിച്ചു പറിച്ച് 4 പീസാക്കിയിട്ടാണ്. അരിഞ്ഞുമ്പോ ബോധം കെട്ടി വിടും. പിന്നെ ഞാൻ രക്ഷിക്കണം. ഞാൻ സ്പോട്ടിൽ ബോധം കെടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പട്ടിക്ക് പോലും എന്നെ പിന്നെ എണ്ണിപ്പിക്കാൻ പറ്റൂല. എന്നെ കടിച്ച് പറിച്ചങ്ങ് കളയുവാണ്. പിന്നെ അരിയുമ്പോ ബോധം പോകും. പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പട്ടി ഓടുന്ന ആൾക്കാരുടെ പുറയാണ് ഓടുന്നേന്ന്. ഞാൻ ഓട്ടി ബോധം കെട്ടോടെ കിടക്കുന്നുണ്ട്. പട്ടി എന്റെ പുറകെ വരില്ല. ചേച്ചി ഓടത്തില്ലേ, ചേച്ചി ബോധം നീ ആലോചിച്ചിരിക്കുക. ആ പട്ടി എന്റെ നേരം ഞാൻ എന്റെ അടിവറ്റിൽ തീ മേളോട്ട് കയറി. ബോധം കെടാനുള്ള ആദ്യത്തെ ലക്ഷണം അത്. എനിക്ക് തീയൊന്നും വന്നില്ല, കാരണം അവര് പിടിച്ചിട്ടുള്ളതുകൊണ്ട്. എനിക്ക് തീ വന്നു. അവരെ പിടികണോട്ട് അവരെ കണ്ടറിയാം അവര് പിടിവിടുന്നവരാണ്. അത് നല്ല ഡാർക്ക് പട്ടി കേട്ടത്, നാടൻ പട്ടിയാണ്. കടിച്ചു കീറും ഞാൻ വിചാരിച്ചു. കൊടിച്ചിപ്പട്ടി എന്ന് പറയും. ഭയങ്കര ബോഡിയൊക്കെ ഉണ്ട്. ഇനി മസ്കളുണ്ട്. പിന്നെ കയ്യിലൊക്കെ സൂക്ഷിച്ച് നടക്കണം. ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് 2 നടുക്കി മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പുറത്ത് കോൺക്രീറ്റ് ചെയ്തിരുന്നു. പെണ്ണ് ചവിട്ടിയതാണ് അവളെങ്ങനെയാ വീട്ടിൽ. പട്ടിയിൽ നിന്ന് സാഹസികമായി ഞങ്ങൾ 2 രക്ഷപ്പെട്ടു. ചേച്ചിനെ ഞാൻ കൊണ്ടുകൊണ്ട് വന്നേനെ. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ബോധം കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. കേറി വന്ന് എനിക്ക് മേലോട്ട് വിളിച്ചത് വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളിന്ന് വിളിച്ചത്. എനിക്ക് മനസ്സിലായടാ, പേടിച്ചിട്ടാണ്. പേടി തന്നെ വലിയൊരു തീ മേലോട്ട് വന്നു. തീ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഇനി റൂമിൽ കയറിയിട്ട് ചോറ് കഴിക്കണം. അങ്ങനത്തെ ചില നല്ല സാഹസികപരമായ ഞങ്ങളുടെ പാചകം ചെയ്യാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ. കിടന്നുറങ്ങണത് കഴിഞ്ഞിട്ട് ചോറ് കഴിഞ്ഞ് വിശക്കുന്നു. പിന്നെ 4 മണിക്ക് ചോറ് കഴിച്ച് ബൈ ബൈ പറയായിരുന്നു. അതേപോലെ ഒരു ബൈ പറയടാ. നമ്മുടെ റൂമിന്റെ ദയനീയാവസ്ഥ നാട്ടുകാരെ കാണിക്കുന്നത്. എല്ലാരും കാണണേ.